കാർ ഇടിച്ചു വീണ ബൈക്ക് യാത്രികൻ റോഡരികിൽ രക്തം വാർന്നൊഴുകി മരിച്ചു എന്ന വാർത്ത അല്പം മുമ്പ് നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. 20 മിനിറ്റോളമാണ് വിളക്കോട് സ്വദേശി ടി.കെ. റിയാസ് റോഡരികിൽ തന്നെ കിടന്നത്. വണ്ടി നിർത്താതെ പോയി. ആ വണ്ടി പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. കാറിൻ്റെ ദൃശ്യങ്ങൾ 24-ന് കിട്ടിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഏതാണ്ട് 20 മിനിറ്റിലധികം ഇദ്ദേഹം റോഡിൽ തന്നെ കിടന്നു. രക്തം വാർന്ന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഉണ്ടായിരുന്നത്. സജോ ദേവസ്യ വീണ്ടും ടെലിഫോണിൽ ചേരുന്നു. സജോ ദേവസ്യ, ഈ കാറിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചോ? ഈ അപകടമുണ്ടാക്കിയ കാറിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ ദാരുണമായ അപകടം. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപകടമുണ്ടായി. ആ അപകടമുണ്ടായപ്പോൾ അപകടത്തിൽപ്പെട്ട ആളെ രക്ഷിക്കുക എന്ന ഒരു കേവലമായ മനുഷ്യത്വപരമായ നടപടി ഉണ്ടാവുക എന്നതാണ്. ആ കാര്യത്തിലാണ്, അതാണ് ഒരു ജീവൻ നഷ്ടമാകാൻ ഇടയാക്കിയത്. ഏതാണ്ട് 20 മിനിറ്റോളം യുവാവ് റോഡരികിൽ തന്നെ കിടക്കുകയായിരുന്നു. രക്തം വാർന്നാണ് മരണം. ആ ഘട്ടത്തിൽ തന്നെ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. വിളക്കോട് സ്വദേശി ടി.കെ. റിയാസ് 38-കാരൻ ആയ റിയാസിന്റെ ജീവനാണ് നഷ്ടമായത്. ശിവപുരം നടുവനാട് റോഡിലാണ്, കോളാരിക്കടുത്ത ഈ പ്രദേശത്താണ് ഇന്നലെ വൈകിട്ട് ഒരു 6:30-7 മണിയോടുകൂടി ഈ അപകടം ഉണ്ടാകുന്നത്. ഈ സ്വന്തം വീട് നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക് യുവാവ് പോവുകയായിരുന്നു. അതിനിടെയാണ് എതിരെ എത്തിയ ഈ കാർ, അതായത് സ്വിഫ്റ്റ് കാറാണ് ഈ വാഹനം ഇടിച്ച് തെറിപ്പിച്ചത്. റോഡരികിലേക്ക് റിയാസ് വീണു. ഒപ്പം ബൈക്ക് സമീപത്തെ വീടിനൊരു മതിലൊക്കെ തകർത്ത് തൊട്ട റോഡിന് താഴേക്ക് പതിക്കുകയും ചെയ്തു. പിന്നീട് ആ റോഡ് അരികിൽ തന്നെ ഏതാണ്ട് ഒരു 20 മിനിറ്റോളം കിടക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ മറ്റു വാഹനങ്ങളൊന്നും ലഭിച്ചില്ല. പിന്നീട് മറ്റു ആളുകൾ ചേർന്ന് ഒരു ആംബുലൻസ് വിളിച്ചു വരുത്തി. ആ ആംബുലൻസിലാണ് തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടുന്ന് പിന്നീട് കണ്ണൂർ നഗരത്തിലെ മറ്റൊരു ആശുപത്രിയിലേക്കും എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. അപകടശേഷം ഈ വാഹനത്തിന്റെ, അതായത് ഈ കാറിന്റെ ഒരു ഭാഗമൊക്കെ തകർന്നിട്ടുണ്ട്. പക്ഷേ നിർത്താതെ അമിത വേഗതയിൽ ആ വാഹനം ഓടിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നീട് മാലൂർ പോലീസ് ഈ വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ഉടമയുടെ വീട്ടുമുറ്റത്ത് നിന്നാണ് ഈ വാഹനം കസ്റ്റഡിയിൽ എടുത്തത്. ആരാണ് ഈ ഘട്ടത്തിൽ വാഹനം ഓടിച്ചതെന്ന് അടക്കമുള്ള കൃത്യമായ തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനം അതൊക്കെ ശേഖരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പിന്നീട് കേസിനെ മറ്റേതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിലാകാതിരിക്കാൻ അത്തരം വിശദമായ കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഒപ്പം ഈ വാഹനം, ഈ അപകടം ഉണ്ടാക്കിയതിന് ശേഷം താങ്ക് യു സജോ ദേവസ്യ. വഴക്കാളി പെണ്ണ് യൂട്യൂബിൽ എഴുതിയിരിക്കുകയാണ്, ബസ് ഡ്രൈവർമാരും ലോറി ഡ്രൈവർമാരും റോഡിൽ കൂടി മരണപ്പാച്ചിലാണ് നടത്തുന്നത്, ഇതിനൊരു നിയന്ത്രണം വേണമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും മരണപ്പാച്ചിൽ നടത്തുന്ന ആളുകളെ ഇടിച്ച് തെറിപ്പിക്കുന്നു, അവർ റോഡരികിൽ രക്തം മാർന്ന് കിടക്കുന്നു, വണ്ടി നിർത്താതെ പോകുന്നു, അവർ രക്തം മാർന്ന് മരിക്കുന്നു. ഈ ഒരു അപകടം, ഈ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല.